കാസർഗോഡ് നീലേശ്വരം പാലായിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം. CPM ബ്രാഞ്ച് അംഗം ഉൾപ്പെടെ 7 പ്രതികൾക്ക് പോലീസ് നോട്ടീസ് അയച്ചു. അതിക്രമിച്ച് കയറിയതിനും ഭീഷണിപ്പെടുത്തിയതിനും ഉൾപ്പെടെ കുറ്റം ചുമത്തി നീലേശ്വരം പോലീസ് ഇവർക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. കേരളക്കര ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ. ഈ ഓഫർ ABC മൈ ഹോമിലും ABC സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്. നീലേശ്വരം പാലായിൽ കഴിഞ്ഞ 7 വർഷമായി ഊരുവിലക്ക് നേരിടുന്ന രാധയുടെ കൊച്ചുമകൾ അനന്യ നൽകിയ പരാതിയിൽ പ്രതികളായ 7 പേരിൽ 5 പേർക്കും തെങ്ങുകയറ്റ തൊഴിലാളി പടന്നക്കാട് സ്വദേശി ഷാജി നൽകിയ പരാതിയിൽ 2 പേർക്കുമാണ് നീലേശ്വരം പോലീസ് നോട്ടീസ് നൽകിയത്. അനന്യയുടെ പരാതിയിലെ മറ്റു 2 പേർ സ്ഥലത്തില്ലാത്തതിനാൽ നോട്ടീസ് നൽകാൻ കഴിഞ്ഞില്ല. അതിക്രമിച്ചു കയറിയതിനും ഭീഷണിപ്പെടുത്തിയതിനും ഉൾപ്പെടെ പ്രതികൾക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ഷാജിയുടെ പരാതിയിൽ കുഞ്ഞമ്പു, ഉദയകുമാർ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. ഉദയകുമാർ CPM അംഗമാണ്. സംഭവത്തിൽ നീലേശ്വരം പോലീസ് 3 പരാതികളിലായി 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ സമീപവാസിയായ സ്ത്രീ തെങ്ങുകയറ്റ തൊഴിലാളികൾക്കെതിരെ നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. പരാതിക്കാർ മൊബൈലിൽ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച പോലീസ് ഇവ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കി. പ്രശ്നം തികച്ചും പ്രാദേശികമാണെന്ന നിലപാടിലാണ് CPM നേതൃത്വമുള്ളത്. അതേസമയം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് തൽക്കാലം മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിലാണ് CPM. പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ 8 വർഷത്തോളമായി രാധയുടെ കുടുംബം പാർട്ടി ഊരുവിലക്ക് നേരിടുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.